ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് പാർട്ട് 8 ആണ്. സിലബസ് പ്രകാരമുള്ള ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഡാഷ് വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്. ഓപ്ഷൻ എ ക്രിമിനൽസ്, ബി ക്രൈം, സി ക്രിമിനൽ, ഡി ക്രൈംസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്രിമിനൽസ്. അതിൻ്റെ വിശദീകരണം നോക്കാം. വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ ഉപയോഗിക്കണം. വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ, പ്ലൂറൽ മാത്രമല്ല പ്ലൂറൽ നൗൺ ഉപയോഗിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ നോ ഡാഷ് മാൻ who committed this mistake. Option A that, B the, C A, D those. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ദായാണ്. വിശദീകരണം എന്ന് പറഞ്ഞാൽ മാൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിനാൽ ദ ഉപയോഗിക്കണം. ഒരു നൗണിന് ശേഷം അതിനെ വിശേഷിപ്പിക്കുന്ന റിലേറ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ വു, വൂം, വൂസ്, വിച്ച്, വേർ, വൈ, വെൻ എന്നിവയെ തുടങ്ങുന്ന വാക്യങ്ങളാണ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇത് വരികയാണെങ്കിൽ ദ ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് കാർണൽ ഈസ്. ഓപ്ഷൻ എ ഫിസിക്കൽ, ബി സ്പിരിച്വൽ, സി ഡിസ്ട്രക്റ്റീവ്, ഡി എക്സൈറ്റിംഗ്. ആൻസർ ഓപ്ഷൻ ബി സ്പിരിച്വൽ എന്നതാണ്. കാർണൽ അതിൻ്റെ മീനിങ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ എന്നാണ്. കാർണൽ അതിൻ്റെ മീനിങ് ഫിസിക്കൽ എന്നാണ്. ഓപ്പോസിറ്റ് വീടാണ് ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത്. ഓപ്പോസിറ്റ് വീട് സ്പിരിച്വൽ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ബെസ്റ്റോ ഈസ്. ഓപ്ഷൻ എ അട്രാക്റ്റ്, ബി ഹെയ്റ്റ്, സി ടേക്ക് എവേ, ഡി പൊല്യൂട്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ടേക്ക് എവേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ മിനിസ്റ്റർ എഗ്രീഡ് ടു ഡാഷ് ദ താജ്മഹൽ ഡ്യൂറിങ് ഹിസ് 3 days വിസിറ്റ് ടു നോർത്ത് ഇന്ത്യ. ഓപ്ഷൻ എ കോൾ അറ്റ്, ബി കോൾ ഓൺ, സി കോൾ ഫോർ, ഡി കോൾ ഓഫ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കോൾ അറ്റ് ആണ്. അതായത് കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സ്ഥലം സന്ദർശിക്കുക എന്നാണ്. കോൾ ഓൺ എന്നതിൻ്റെ മീനിങ് വ്യക്തിയെ സന്ദർശിക്കുക. കോൾ ഫോർ മീനിങ് ആവശ്യപ്പെടുക എന്നതാണ്. കോൾ ഓഫ് റദ്ദാക്കുക. ഇതിൻ്റെ മീനിങ് എല്ലാവരും പഠിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ആൻഡ് ഓഫ് he visited his friend means he visited. Option A always, B rarely, C very often, D never. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വെരി ഓഫൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, he dash that India is really great. Option A opine, B opines, C opinion, D opinionate. ആൻസർ ഓപ്ഷൻ ബി opines. അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഹി സിംഗുലർ നൗൺ ആയതിനാൽ തുടർന്ന് വരേണ്ടത് സിംഗുലർ വെർബ് എസ് എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന വെർബ് ആയിരിക്കണം. ഓപ്ഷനുകളിൽ ബി മാത്രമാണ് എസിൽ അവസാനിക്കുന്നത്. അതിനാൽ അതുതന്നെയാണ് അതിൻ്റെ ശരി ഉത്തരവ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഇസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇസ് പോസിറ്റീവ് ഡിഗ്രി ഈസ്. ഓപ്ഷൻ എ ഫ്യൂ അതർ സ്റ്റേറ്റ്സ് ആർ ആസ് ലിറ്ററേറ്റ് ആസ് കേരള, ബി മോസ്റ്റ് സ്റ്റേറ്റ്സ് ആർ ആസ് ലിറ്ററേറ്റ് ആസ് കേരള, സി no other state in India is as literate as Kerala, D most states are more literate than Kerala. The answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ്
ആസ് literate ആസ് കേരള. അടുത്ത ക്വസ്റ്റ്യൻ. The members discussed dash matter elaborately. Option A about, B of, C the, D for. The answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ദായാണ്. ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഡിസ്കസിന് ശേഷം എബൌട്ട് ഉപയോഗിക്കാറില്ല, എന്നാൽ ഡിസ്കഷന് ശേഷം ഉപയോഗിക്കാം. There was much discussion about the reason for the failure. ഇതൊരു ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. He dashed the SSLC examination 4 years ago. Option A had passed, B has passed, C would pass, D passed. The answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പാസ്ഡ് ആണ്. അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് 4 years ago നമുക്ക് നൽകുന്ന വ്യക്തമായ സൂചനയാണ് സംഭവം നടന്നത് കഴിഞ്ഞ കാലത്താണെന്നാണ്. അതിന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. When he was about to be arrested, he dashed the police. Option A went in, B went for, C went to, D went by. The answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വെൻറ്റ് ഫോർ ആണ്. ഗോ ഫോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആക്രമിക്കുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ടു ഗെറ്റ് എ വിൻഫാൾ മീൻസ്. ഓപ്ഷൻ എ ടു എക്സ്പീരിയൻസ് സോറോ, ബി ടു ബി ഇൻ ഡിപ്രഷൻ, സി ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഫോർച്യൂൺ, ഡി ടു ഏൺ എ ബാഡ് നെയിം. ആൻസർ ഓപ്ഷൻ സി ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഫോർച്യൂൺ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബെഞ്ച് ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. ഓപ്ഷൻ എ വൂ, ബി വൂം, സി വൂസ്, ഡി ദം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൂസ് ആണ്. അതായത് അതിൻ്റെ വിശദീകരണം നോക്കാം. വ്യക്തികളുടെ പേരിനൊപ്പം മാത്രമല്ല വസ്തുക്കളുടെയും മറ്റ് ജീവികളുടെയും പേരിനൊപ്പവും വൂസ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ എക്സ്പ്രഷൻ എൻ മെസ് മീൻസ്. ഓപ്ഷൻ ഇൻ എ ബോഡി, ബി ബൈ പാർട്സ്, സി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഡി സ്ലോലി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇൻ എ ബോഡിയാണ്. ഇൻ എ ബോഡി എന്ന് പറഞ്ഞാൽ ഓൾ ടുഗെദർ, എല്ലാവരും ഒന്നിച്ചെന്നൊരു അർത്ഥമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹാവ് സം മോർ കോഫി ഈസ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ്. ഓപ്ഷൻ എ ഷാൽ ഐ, ബി വിൽ യു, സി ക്യാൻ ഐ, ഡി ഡു ദേ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വിൽ യു. അതായത് അതിൻ്റെ വിശദീകരണം നോക്കാം. ഇംപറേറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ട പ്രൊനൗൺ യു ആണ്. ലെറ്റ്സിൽ തുടങ്ങുന്ന വാക്യത്തിൽ മാത്രമാണ് ഷാൽ ബി എന്ന് ഉപയോഗിക്കുന്നത്. ഇംപറേറ്റീവ് സെൻറ്റൻസിൽ സാധാരണ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗാണ് വിൽ യു. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ഇൻ ദ സെൻറ്റൻസ്. The first 3 chapters of the book are written in a beautiful style. Option A the first, B the first 3, C the first 3 chapters, D the first 3 chapters of the book. And the answer option D the first 3 chapters of the book. ഇതേന്ന് നോക്കാം. ഒരു വാക്യത്തിലെ മെയിൻ വെർബിന് മുന്നിൽ വരുന്ന നൗൺ അല്ലെങ്കിൽ നൗൺ ഗ്രൂപ്പാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നൗൺ ഗ്രൂപ്പാണുള്ളത്. ഇതിൽ വെർബിന് അടിസ്ഥാനമാവുന്നത് ചാപ്റ്റേഴ്സാണ്. അതാണ് സബ്ജക്റ്റ് നൗൺ. ഇത് പ്ലൂറൽ ആയതിനാൽ ആർ എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ എ അഡ്രസ്, സ്പെല്ലിംഗ് ADRESS, ബി അഡ്വേഴ്സ്, സ്പെല്ലിംഗ് ADDVERSE, C altogether, spelling ALTOGETHER, D announce, spelling ANOUNCE. The answer ഓപ്ഷൻ സി altogether ആണ്.
ബാക്കിയുള്ളതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്, അഡ്രസ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് നോക്കാം. ADDRESS. അഡ്വേഴ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ADVERSE. അനൗൺസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ANNOUNCE എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മൈ പേരൻസ് ഡാഷ് ഓൺ ദ ബെഡ് എവരി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ഹാവിംഗ് ലഞ്ച്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ്. ഓപ്ഷൻ എ ലൈ, ബി ലേ, സി ലൈഡ്, ഡി ആം ലൈങ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലൈ, LIE, ലൈ. ഇതിൻ്റെ വിശദീകരണം നോക്കാം. വാക്യത്തിൽ എവരി ആഫ്റ്റർനൂൺ എന്നുള്ളതിനാൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് ഇവിടെ വേണ്ടത്. ഉത്തരങ്ങളിൽ ലൈ, ലേ എന്നിവയാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ഉപയോഗിക്കാവുന്ന വെർബ്സ്. ലൈയുടെ അർത്ഥം കിടക്കുക എന്നാണെങ്കിൽ ലേയുടെ അർത്ഥം വെക്കുക, ഇടുക, കിടത്തുക എന്നൊക്കെയാണ്. കിടന്നു എന്ന അർത്ഥത്തിൽ പാസ്റ്റ് ടെൻസിൽ ആയും ലേ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആവശ്യമില്ലാത്തതിനാൽ കിടക്കുക എന്നർത്ഥം വരുന്ന പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ലൈ ആണ് ശരി ഉത്തരമായി വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗിവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റൈറ്റ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ് ഇൻ ദ ലെറ്റേഴ്സ് ഓഫ് എ ഡിഫറെൻറ്റ് ആൽഫബറ്റ്. ഓപ്ഷൻ എ ട്രാൻസിറ്ററി, ബി ട്രാൻസ്ലിട്രേറ്റ്, സി ട്രാൻസ്ലേറ്റ്, ഡി ട്രാൻസ്കമ്മ്യൂണിക്കേറ്റ്. The answer option B transliterate. അടുത്ത ക്വസ്റ്റ്യൻ. ഗിവ് ദ കറക്റ്റ് വെർബ് ഫോം. ഹി ആസ്ക്ഡ് ഇഫ് എനിവൺ ഡാഷ് ഹിസ് ഗ്ലാസസ്. ഓപ്ഷൻ എ ഹാഡ് സീൻ, ബി ഹാവ് സീൻ, സി സീൻ, ഡി സോ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹാഡ് സീൻ ആണ്. ഇതിന് വിശദീകരണം നോക്കാം. ആസ്ക്ഡ് പാസ്റ്റ് ടെൻസ് ആയതിനാൽ തുടർന്ന് പാസ്റ്റ് ടെൻസ് വേണം. ഉത്തരങ്ങളിൽ ഹാഡ് സീൻ, സോ എന്നിവ പാസ്റ്റ് ടെൻസ് ആണ്. ഡയറക്റ്റ് സ്പീച്ചിൽ സി വന്നാലാണ് അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ സോ എന്നായി മാറുന്നത്. അതേസമയം ഡയറക്റ്റ് സ്പീച്ചിൽ സോ വന്നാൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഹാഡ് സീൻ എന്നായി മാറും. ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിൽ സോ എന്നാണ് വരിക. ചോദ്യം ഇങ്ങനെയാണ് വരിക. ഡിഡ് എനിവൺ സീ മൈ ഗ്ലാസസ് എന്ന് വരും. ഡിഡ് സീ എന്നതിൻ്റെ ഒറ്റ പദമാണ് സോ. അതിനാൽ ഹാഡ് സീൻ ശരി ഉത്തരമായിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ. ഗേവ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് മെനി എ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബി ബ്രോക്കൺ. ഓപ്ഷൻ എ ഹാവ്, ബി ഹാസ്, സി ഈസ്, ഡി ആർ. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹാസ് ആണ്. അതിൻ്റെ വിശദീകരണം നോക്കാം. എ കപ്പ് ആൻഡ് സോസർ എന്നതിനെ ഒരു യൂണിറ്റായി കണക്കാക്കണം. കാരണം ഇവ രണ്ടും സാധാരണ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് പോലെ ഒന്നിച്ചാണ് വരിക. അതിനാൽ സിംഗിൾ വെർബ് ഉപയോഗിക്കണം. ഉത്തരങ്ങളിൽ ഹാസ്, ഈസ് എന്നിവയാണ് സിംഗിൾ വെർബ്സായി വന്നിട്ടുള്ളത്. ബി എന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബീൻ. ബീനിൻ്റെ കൂടെ ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ മാത്രമാണ് ഉപയോഗിക്കുക. ഈസ്, ആർ, ആം, വാസ്, വേർ മുതലായവ ഒന്നും ഉപയോഗിക്കുകയില്ല. അതിനാൽ ഹാസ് ശരി ഉത്തരമായിട്ട് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ഇറ്റാലിസൈസ്ഡ് വേർഡ് ദ ബ്രദേഴ്സ് ഫെൽ ഓവർ ദെയർ ഫാദേഴ്സ് പ്രോപ്പർട്ടി. അതിൽ ഇറ്റാലിസൈസ്ഡ് വേർഡ്സ് എന്ന് പറയുന്നത് ഫെൽ ഓവർ ആണ്. ഓപ്ഷൻ നോക്കാം. എ ഫെൽ ഡൗൺ, ബി സോൾഡ്, സി കണ്ടിന്യൂഡ്, ഡി ക്വാറൽഡ്. ആൻസർ ഓപ്ഷൻ ഡി ക്വാറൽഡ് ആണ്. 28. അടുത്ത ക്വസ്റ്റ്യൻ. ഗിവ് ദ ആൻറ്റോണിം ഓഫ് ദ ഇറ്റലൈസ്ഡ് വേർഡ്. ഹിസ് ബിഹേവിയർ ഡിസ്കസ്ഡ് എവരി വൺ. ഇതിലെ ഇറ്റാലൈസ്ഡ് വേർഡ് വാക്ക് എന്ന് പറയുന്നത് ഡിസ്കസ്ഡ് ആണ്. സ്പെല്ലിംഗ് DISGUSTED. ഓപ്ഷൻ എ ഗസ്റ്റഡ്, ബി പ്ലീസ്ഡ്, സി ഇറിറ്റേറ്റഡ്, ഡി സർപ്രൈസ്ഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്ലീസ്ഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ.
I should be grateful if you dash send me an application form. Option A will, B would, C may, D can. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വുഡാണ്. അത് ഷുഡ് പാസ്റ്റ് ഫോം ആയതിനാൽ പാസ്റ്റിൽ തന്നെയുള്ള വാക്ക് തുടർന്ന് വരണം. തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ വുഡ് മാത്രമാണ് പാസ്റ്റിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ preposition. The role is applicable dash everyone. Option A of, B with, C to, D about. എൻ്റെ ആൻസർ ഓപ്ഷൻ സി 2 ആണ്. പ്രിപ്പോസിഷൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. accustomed to, applicable to, agreeable to, blind to, contrary to, faithful to, inferior to, superior to, indifferent to, loyal to, married to, opposite to, related to, relevant to. ഇതൊക്കെ അതിന് ഉള്ള എക്സാമ്പിളാണ്.